വിശക്കുണ്ടാവൂലേ? ഭയങ്കരമായിട്ട് രാവിലെ ഒരു വഹ വന്നല്ലോ. ചെല്ലുമ്പോ കഴിക്കാം. എന്തായിരിക്കും എന്റെ ഡാഡി കൂടി എഴുന്നേറ്റാവോ? നാത്തൂനെ വന്നാ അമ്പലത്തിലെ കഴിഞ്ഞ പൂജയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ? ഭയങ്കര പണിയായിരുന്നു തോന്നുന്നു. ചന്ദനമുണ്ടല്ലോടി. എനിക്ക് ഇഷ്ടം വലിയ പൊട്ടൊക്കെ തൊടാൻ. നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? എനിക്ക് അങ്ങനെ വലിയ പൊട്ടൊക്കെ തൊടാൻ നീ തൊടണ പോലത്തേക്ക് ഇഷ്ടം. എന്തുണ്ട് കഴിക്കാനൊക്കെ അല്ല. നീ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഞായറാഴ്ചയിലടി അവനെ ഒന്ന് ആ പള്ളിയിലൊക്കെ ഒന്ന് പറഞ്ഞു വിടാൻ പാടില്ല. കിടന്ന് നല്ല ചെയ്യും. എത്ര നേരമായി പോത്തുപോലെ കിടന്ന് ഉറങ്ങണേന്ന് അറിയാമോ? ഇത്ര നേരമായിട്ട് എനിക്ക് പള്ളിയിലോട്ട് അങ്ങോട്ട് ചെന്നാ ഇനി പൊന്നാങ്ങളനെ അങ്ങോട്ട് കയറ്റും കൊറേ പള്ളിയിലോട്ട്. എന്താ ആ പള്ളിക്കാരെയൊക്കെ വെറുപ്പിച്ചിട്ടേക്കല്ലേ? എന്ത് പറഞ്ഞിട്ട്? ചോദിച്ചു നോക്ക് വരുമ്പോ. എന്റെ നാത്തും വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. എന്താ പ്രശ്നം? പള്ളിയിലായിട്ട് എന്താ പ്രശ്നം? പള്ളിയിലെ പ്രശ്നം അത് എല്ലാം ഓരോരോ പ്രശ്നങ്ങളാ. ക്ലീറ്റോനാകെ വേണ്ടത് ക്ലീറ്റോന്റെ പാർട്ടിക്കാര്, ക്ലീറ്റോന്റെ ആൾക്കാര്, അങ്ങനെയുള്ള ആളുകൾ മാത്രം മതി. പള്ളി വേണ്ട പട്ടക്കാർ. അത് കുറച്ച് നിന്നെ കൊള്ളൂല്ലാഞ്ഞിട്ടാ. പൗലോനെ പോലത്തെ സ്വഭാവം ഒന്നുമല്ലല്ലോ. നിനക്ക് പറഞ്ഞു മനസ്സിലാക്കണ ഓരോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയെന്നോ എന്താന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മനസ്സിലാക്കിയാ നാത്തൂനെ അങ്ങനല്ലേ? നിന്നെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട്. നീ പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യും. നീ ഇരിക്കടി വെച്ചേ കഴിക്കും. ഞങ്ങൾ രണ്ട് മനുഷ്യജീവികളും ഇവിടെ ഉണ്ടെന്നുള്ളത് ക്ലീറ്റോന് ഓർമ്മയില്ല. രാവിലെ അങ്ങ് പോവും വെള്ളയിട്ട്. അത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വല്ലതും ഉണ്ടോ? പണിക്ക് പോവാ. അവൾക്ക് പണിയില്ലാതായിട്ട് എത്ര നാളായി? എന്തെങ്കിലും കയ്യിൽ ഇരിപ്പുണ്ടോ? ഈ സമയത്തിനെല്ലാം വെച്ച് വിളമ്പി കൊടുത്തിട്ട് നാത്തൂൻ വരുമ്പോഴത്തേന് എന്നാ നീ പിടിച്ചാടാ നമ്മൾ 500,000 കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ? ആങ്ങൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. ഞാൻ പറഞ്ഞു കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ പറയണ്ട അവനോട് കുറച്ച് കാര്യങ്ങൾ. അതെ വന്നല്ല ഇട്ടല്ല. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്? ജോയിന്റ് ആയിട്ട് എന്തൊക്കെയോ കഥകൾ പറയണല്ലേ? ജോയിന്റ് ആയിട്ട് അതെ നിങ്ങളെ തന്നെ. വേറെ ഇവിടെ ഉറങ്ങി അങ്ങോട്ട്. ഓ നീ കഴിക്കല്ലേടി? കൂടിയാ നല്ല സാമ്പാറാ. ശരിയായ പാടുപെട്ടല്ലോ. നീ നോക്കിയത് ശരിയായെന്ന് വെച്ചിട്ട് നോക്കി. മണം കണ്ടറിയാൻ പാടില്ലേ? നീ നിന്റെ അമ്മ വയ്ക്കണ പോലെ ഇവിടെ പറഞ്ഞ വിശ്വസിക്കരുതിട്ട് ഇവിടെ പകുതിയും തള്ളും. ഇന്ന് ഞാൻ 5 കഴിക്കാം. വലിയ ഇഷ്ടം അതാ. വല്യപ്പൊക്കെ കഴിഞ്ഞാ? ഇങ്ങ് വന്നേന്ന്. ഇങ്ങ് വന്നേ നീ ഒന്ന്. നീ കാര്യം പറ. നീ ഇങ്ങ് വന്നേ. നീ എന്റെ കൂടെ രാവിലെ അമ്പലത്തിൽ പോയി രണ്ടാളും കൂടെ. ഞങ്ങൾക്ക് നിങ്ങൾ പള്ളി പോകലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ദൈവത്തിനെ വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞങ്ങൾ ഇടാൻ അനാഥപ്രേതാണല്ലോ. അയ്യോ ദൈവത്തിനെ വിളിക്കാൻ അങ്ങ് പോണമൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്നിടത്ത് നല്ല മനസ്സോടെ വിളിച്ചാൽ ദൈവം എവിടെയും വിളിക്കും. ഒരു കാര്യം ക്ലീറ്റോ അവിടെ ഇരുന്നോ. ഞാൻ ക്ലീറ്റോന്റെ മുമ്പിൽ വെച്ചാൽ പറയണത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്റെ പൊന്നു നാത്തൂനെ, നിങ്ങൾ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഒരു പാർട്ടിക്കാരനെയോ അല്ലെങ്കിൽ ഒരു ഫോണോ കല്യാണം കഴിച്ചാൽ മതി. 24 മണിക്കൂർ ഫോണ്. അത് പറഞ്ഞപ്പോഴാണ് കണ്ടോ നിങ്ങളുടെ നോക്കിക്കോ, നിങ്ങളുടെ കണ്ണ് പൊട്ടിപ്പോവും ഈ ഫോണിങ്ങനെ ഉപയോഗിച്ച്. ഇന്നലെ എത്ര മണിക്കാണ് കിടന്നത്? ഇന്നലെ എത്ര മണിക്കാ രാത്രി കിടന്നത്? ഞാൻ എത്ര മണിക്ക് കിടന്നാലും എന്താ, എത്ര മണിക്ക് എണീറ്റാലും എന്താ, നിങ്ങൾക്ക് ഒന്നുമില്ലേ? ഒന്ന് നല്ല വാക്ക് 2 വാക്ക് ഇരുന്ന് വർത്താനം പറയണല്ലോ. ഒരു ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും 1-2 വാക്ക് വർത്താനം പറയാനാ ഇവിടെ കിട്ടൂല. എടീ എത്ര വർഷം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യങ്ങൾ. ഇനിയിപ്പോ എന്ത് പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ. വെരി ഗുഡ്. പ്രാർത്ഥനയൊക്കെ എന്റെ നാത്തുവിനെ കണ്ണീരാന്ന് പറയണത് ഇല്ല ക്ലീറ്റോന്. എന്റെ കൂട്ടുകാരികളൊക്കെ കെട്ടിയമാരായിട്ട് നടക്കണ എന്ത് കൊതിയാന്നറിയോ എനിക്കുണ്ട്. 15 വയസ്സിൽ കല്യാണം കഴിച്ചതാ. എന്തായി എന്നിട്ട്? പൗലോചാൻ എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോവൂലേ? വെള്ളം കുടിക്കും. വെള്ളം എടുക്കും. വെള്ളം ഒരു കാര്യം ചെയ്തേ. നീ ഒന്നും വന്നേ. എന്റെ കൂടെ ഒന്ന് വന്നേ. നീ വന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ വിളിച്ചു. നീ വരൂലേ? വാങ്ങട്. നോക്കി പഠിപ്പിക്കില്ലേ ക്ലീറ്റോ? നീ എന്നെ പേടിച്ചോളാം. നിനക്കെന്താ ഇത് തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോ നിന്റെ മുഖം തെളിയൂലല്ലോ. ആരെങ്കിലും ഏതെങ്കിലും വീട്ടിൽ വെച്ചുണ്ടാക്കിയാലോ വേറെ ആരെങ്കിലും വെച്ചാലോ എല്ലാം നല്ലതാ. അമ്മ വെക്കണ കൂടുതൽ. അമ്മ അങ്ങ് ചത്ത് കഴിയുമ്പോ അറിയാം നിനക്ക്. ഇതിനെക്കാട്ടി അപ്പുറം ഒന്ന് ഉടുപ്പ് മാറാൻ നോക്ക്. അല്ല നീ എന്ത് ഭാവിച്ചോണ്ടാ? ഞാൻ എനിക്ക് കുറെ ദിവസം ഞാൻ കാണണം. ഞാൻ ചോദിക്കണമെന്ന് വിചാരിക്കാറ്. നീ എന്ത് ഭാവിച്ചോണ്ടാ? എന്ത് ഭാവിക്കാൻ? എനിക്കെന്ത് ഭാവം? അല്ല ഞാൻ ചോദിക്കാണ്. അവള് നിന്നെ കൊതുകടികളാ. നീ കാര്യം പറ. എന്തിനാ ഇവിടെ ഇങ്ങോട്ട് വിളിച്ചേക്ക? അവള് നിന്നെ വിശ്വസിച്ചിട്ട് ഇറങ്ങി വന്ന പെണ്ണല്ലേ? അതിനിപ്പോ എന്താ പറ്റിയേ? അതും പ്രേമിച്ച്. എത്ര നാള് പ്രേമിച്ചേ? എത്ര നാള് പ്രേമിച്ചു? അത് കണക്കൊന്നും ഇപ്പൊ ഓർമ്മയില്ല.
ഒരുപാട് നാൾ പ്രേമിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കെട്ടിക്കൊണ്ടു. ഇപ്പൊ അവള് കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് ഞാനല്ലേ കാണുന്നത്. എന്താണ് അവക്ക് എന്നെ വേണ്ടാന്നൊന്നും പറഞ്ഞോ? എന്ത് പറഞ്ഞാലും തറതല പറഞ്ഞോളൂ അങ്ങോട്ട്. വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. പിന്നെന്താണ്? അവൾ എന്തോരം സങ്കടം. അവളൊരു പെണ്ണല്ലേ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ വെച്ചാൽ ഞാൻ അവിടെ അത്ര അങ്ങോട്ട് അടിയും ചക്കരയൊന്നും അല്ലല്ലോ. എനിക്കും കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവള് പറഞ്ഞപ്പോ ഞാൻ പിന്നെ നിന്നെ രക്ഷിക്കാൻ വേണ്ടി മിണ്ടാണ്ട് ഇരുന്നേ ഉള്ളൂ. എവിടെയാണ് വിഷമം കൂടുതൽ? നിനക്കാണോ അവക്കാണോ? വിഷമത്തിന്റെ കാര്യമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയോനും കെട്ടിയോളാവുമ്പോ അവർക്ക് പെണ്ണുങ്ങളാവുമ്പോ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഭർത്താക്കന്മാരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടണം, സ്നേഹം കിട്ടണം, ഒരു കെയറിങ് കിട്ടണം എന്നൊക്കെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവും. നീ എന്തെങ്കിലും നീ കുറച്ചു നേരം അവളെ പിടിച്ചിരുത്തി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച്? ഇതിപ്പോ എനിക്ക് പാർട്ടിയും പരിപാടികളൊക്കെ അതിന് പോണ്ടേ? ഞാൻ വീട്ടിൽ നടക്കോ? പോകേണ്ട സമയം പോകും, വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ ഇരിക്കും. ഈ പാർട്ടിക്കാരോട് സംസാരിക്കാൻ നിനക്ക് ഇഷ്ടംമാരെ നേരം കിട്ടണ്ടല്ലോ ഇല്ലേ? അതേപോലെ ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് മതി എല്ലാ ദിവസവും അവളോട് സംസാരിക്കുക. ഞാൻ ചോദിച്ചു പാർട്ടി കാര്യം ഞാൻ അവളോട് പറഞ്ഞാൽ മതിയാ? നാളെ മീറ്റിംഗ് നീ അങ്ങോട്ട് പാർട്ടിയിൽ അങ്ങ് പ്രവർത്തിച്ച് അങ്ങോട്ട് വലിയ ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കും. നീ ആദ്യം കുടുംബം കഴിഞ്ഞിട്ട് പാർട്ടി. അത് മതി അല്ലേ? കുടുംബമാണോ പാർട്ടിയാണോ നിനക്ക് വലുത്? ഇതിപ്പോ ഞാൻ എന്ത് വേണം നീ പറ. എന്ത് വേണമെന്ന് വെച്ചാൽ ഇത്തിരി നേരം അവളെയും കൊച്ചിനെയും കൊണ്ട് കുറച്ച് സ്നേഹത്തോടെ അതൊന്ന് കൊഞ്ചിച്ച് സംസാരിച്ച് പതുക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് അവിടെ ഇവിടെയൊക്കെ കറങ്ങി ഒരു ഐസ്ക്രീം കഴിക്കുക, ഒരു സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അതൊക്കെ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്താന്നറിയാമോ നിനക്ക്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല മോളെ. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴല്ലേ നമ്മുടെ മറ്റേ ജോർജ് കുട്ടി വേണം. ജോർജ് കുട്ടി നീ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ജോർജ് കുട്ടി എങ്ങനെ ഉണ്ടാക്കണേ അതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കണം. പാലായം നീ വരുമ്പോ കുറച്ച് നീ കൊണ്ടുവരാത്തത്? നീ ചോദിക്കുമ്പോ ഞാൻ തരാനാ. ഇപ്പൊ നിനക്ക് പൈസയുടെ പ്രശ്നം. ഞാൻ ചോദിച്ചോട്ടെ, ഒരു കൊച്ചിനെ ഒരു തള്ളയെ കൊണ്ട് ഇപ്പൊ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലോ ഒക്കെ പോയ രൂപ എത്ര ചെലവാകുന്നാണ് വിചാരിക്കണം? 1-2 രൂപയൊന്നുമല്ല, 2000-3000 രൂപയാവും. ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ രൂപയ്ക്ക് കണക്ക് പറയാൻ നിനക്ക് നാണമില്ലേ? ഒതും കടിക്കണം. ഞാനാണെങ്കിലേ കണക്ക് കൂട്ടി ജീവിക്കുന്ന ഒരു കുടുംബക്കാരനാണ്. എനിക്ക് അതൊക്കെ നോക്കിയേ പറ്റൂ. ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? പൈസയാണോ പ്രശ്നം? പൈസ ആണോ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പൈസ എന്നെല്ലാം ശരിയാവോ? ഒരുമാതിരിയൊക്കെ ഞാൻ സോൾവ് ചെയ്യാം. എന്നാ പിന്നെ ഞാൻ അത് അത്യാവശ്യത്തിന് വെച്ചതായിരുന്നു. വേണമെങ്കിൽ അത് ഇത്തിരി തരാം. നീ അതുകൊണ്ട് പോ. മതിയോ? പൈസ സന്തോഷിക്കട്ടെ. പിന്നെ ഏത് നേരം എന്നെ സോപ്പിട്ട് പൈസയും മേടിച്ചോണ്ട് അങ്ങനെ പൊക്കോളൂ. അയ്യോ, ഇതിപ്പോ നിനക്ക് നാത്തൂനെ സന്തോഷിപ്പിക്കുകയും വേണം, പൈസയും ചെലവാകുന്ന പറഞ്ഞ് വിഷമിച്ചാ. കുറച്ച് കാശേ ഉള്ളൂ, അത് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെലവിക്കണ്ട. രണ്ടാളും കൂടി പോയിച്ചു എന്തായാലും ശരി. അവക്കൊരു സന്തോഷം ആവട്ടെ. നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ല എന്ന് വേണ്ട. ഇപ്പൊ ഇതൊക്കെ തോന്നിയില്ല പിന്നെ എപ്പോഴാ ഇതൊക്കെ തോന്നണേ? കണക്കുന്നോടി കട വലുതാണെങ്കിലും നല്ല ഫുഡും വളരെ തുച്ഛമായ പൈസ ആവുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവന്നേ. നല്ല രസമുണ്ട്. അയ്യോടിയ ബൾബല്ല, അത് ജ്യൂസിന്റെ ഗ്ലാസ് ആണ് പുതിയ. എനിക്കൊന്നും വേണം. വാങ്ങിച്ചോ. പിന്നെന്താ? പക്ഷെ ആ സാധനം വീട്ടിൽ കൊണ്ടുപോകാൻ തരില്ല. അത് കുടിച്ചിട്ട് വെച്ചിട്ട് പോകണം. തരും, അതിന് സമയമുണ്ട്. അവര് റെഡിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് വേവിച്ച് വെച്ചേക്കുന്ന സാധനമല്ല. നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ റെഡിയാക്കി തരും. ഇനി നമുക്ക് എപ്പോഴും വരാവേ. പ്രസിഡന്റാ നല്ലത്. പ്രസിഡന്റ് നമസ്കാരം. ഞാൻ വൈഫും മോളും ഒക്കെ ആയിട്ടേ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങി. സെക്രട്ടേറിയറ്റ് ധർണയുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇല്ല 25 വണ്ടി പറഞ്ഞിട്ടുണ്ട്. 25 വണ്ടി. പിന്നെ നമ്മളെ കുറച്ച് ആളിനെ കൂലിക്ക് നമ്മൾ എടുക്കേണ്ടി വരും. ഇല്ല അത് പ്രശ്നമുള്ള കാര്യമല്ല. പറഞ്ഞോ. അല്ല ഇവിടെ പറഞ്ഞാ അല്ല ജലപീരങ്കി എന്താ പ്രശ്നം? നമ്മൾ ആദ്യമായിട്ട് കാണുകയാണോ? നമ്മളൊക്കെ മഴയെ കൊടുത്തതല്ലേ. ഇപ്പൊ ജലപീരങ്കി ഉണ്ട് അങ്ങനെ അങ്ങ് വാടിപ്പോവും. അതില്ല. പിന്നെ മറ്റേ നടരാജനും ഉണ്ട്. കോമളന് ഈയിടായിട്ട് നമ്മുടെ പാർട്ടിയിൽ അങ്ങനെ ഒന്നിനും ഇതല്ല കേട്ടോ. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പ്രസിഡന്റ് എന്നാ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ? 2 ദിവസം മുമ്പ് വരുമല്ലോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമുക്ക് വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ. നല്ല ഫുഡാ. ശരി. ഓക്കെ പ്രസിഡന്റ്.
ഒന്ന് പതുക്കെ വർത്താനം പറയാം. ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെച്ചേക്കോ. നോക്കി അവര് നോക്കിക്കോട്ടെ, അവരവരെ കാര്യം നോക്കി. ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ നിങ്ങൾ. എടി ഇത് ഓരോ അടുത്ത ആഴ്ചത്തെ സെക്രട്ടറിയുടെ കാരണം ഗോപിയാശം വിളിക്കും. ഇത് ആശാനെ നമസ്കാരം. ഓ പ്രസിഡന്റ് ഇപ്പൊ അങ്ങോട്ട് വിളിച്ചു വെച്ചതേ ഉള്ളൂ. ആ ഞങ്ങളിവിടെ എല്ലാം ഓക്കെയാണ്. നിങ്ങൾ എവിടെ നിന്ന് എത്ര വണ്ടി വരും? ആ അത് ഒരു 15 മതി. എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഈ സമരത്തോടു കൂടി ഇത് നേടിയെടുത്തേ പറ്റൂ. എല്ലാ പ്രാവശ്യവും സമരം പോലെ അല്ല, അടിക്കടി വെട്ടിന് വെട്ട് കുതിന് കുത്ത്. പിന്നെന്താണ്? ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. 1500 പേർക്കുള്ള ബിരിയാണി നമ്മളൊന്ന് അവിടെ എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേട്ടാ ഞാൻ ഇപ്പോൾ വിളിക്കാം. ഒരു നിമിഷം. അവിടെ നിന്നേ. അമ്മ നിക്കുമാണ്ട. അമ്മ പോണില്ല അമ്മ കഴിച്ചിട്ട് അവിടെ ഫോൺ ചെയ്യാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നത്? പ്രസിഡന്റിനെ ഗോപിയാശനൊക്കെ വിളിക്കാൻ ചെയ്യാൻ അറിയാൻ പാടില്ലേ? അവർ അത്യാവശ്യ കാര്യം എന്താ അത്യാവശ്യം? ഇപ്പൊ ഒരു അത്യാവശ്യം നിങ്ങൾ പറഞ്ഞില്ല. അടുത്ത ആഴ്ച സെക്രട്ടറിയേറ്റ് കാരണം അതിനെ കുറിച്ച് നീ വന്നേ വാ. ഞാൻ വാ, കളിക്കാതെ വെറുതെ സീൻ ഉണ്ടാക്കരുത്. പോയി ഫോൺ ചെയ്തോ ക്ലീറ്റോ? ഞാൻ മഞ്ഞില്ലാന്നേ. ആൾക്കാർ നോക്കണം. നീ ഇങ്ങോട്ട് ആൾക്കാർ നോക്കട്ടെ. വെറുതെ ക്ലീറ്റോനോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചു ക്ലീറ്റോ എന്താ മേടിക്കണ്ടേന്ന്. അത് അതിന്റെ ബുക്കിൽ നോക്കി അതിൽ പറഞ്ഞവിടെ ഓർഡർ ചെയ്തുകൂടെ? അതിന്റെ പൈസ ഒക്കെ ഞങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോന്ന്? പൈസ അതിന്റെ സൈഡിൽ വിലയല്ല എഴുതിയിട്ടുള്ളത്. അത് നോക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോലെ. അമ്മ കുഴപ്പമില്ല അമ്മ വിടുക. അമ്മ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ കൊള്ളാത്ത. ഞാൻ ഒരിക്കലും നിങ്ങളോട് ഒരു സ്ഥലത്തും വരില്ല. വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നെ കമ്പിപ്പാര വെച്ച് തല്ലണം. എന്തുണ്ടായി? ഹോട്ടലെത്തിയപ്പോ ഒന്നും കഴിച്ചില്ല. ഹോട്ടലെത്തിയപ്പോ ഡാഡി ഫോൺ വിളിക്കാൻ തുടങ്ങി. ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇത്ര നേരമായിട്ട്. കൊറേ നേരമായപ്പോ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ ഇറങ്ങിപ്പോയി. അവനെ ഇങ്ങോട്ട് പോയത് പാർട്ടി ഓഫീസിൽ പോയി. അടിപൊളി. എന്ത് കഷ്ടം. ഒരു നല്ല കാര്യത്തിന് പറഞ്ഞു വിട്ടിട്ട് അവന് പാർട്ടി ഇങ്ങോട്ട് വരട്ടെ. അവനെ ശരിയൊക്കെ ഉണ്ട്. കൊച്ചിനും വിഷമായി പോയിട്ട്. തക്കളി നീ ഉടുപ്പ് മാറ്റണില്ലേ? നീ എന്തിനാണ് വച്ചെടുക്കണ? വരും അതിനോട് അതിന്റെ ദേഷ്യം മുഴുവൻ അവളോട് തീർക്കണ. എന്ത് നാത്തൂന് മനസ്സിലാവില്ല എന്റെ വിഷമം എന്താന്നുള്ളത്. ഇങ്ങോട്ട് പോരട്ടെ അവന്. എവിടെ പ്രവർത്തനം വന്ന അവളോട് ഉണ്ടായില്ല. അവള് ഡാൻസ് ക്ലാസ്സിൽ പോയി തോന്നുന്നു. ബിരിയാണിയാ ചേട്ടൻ എന്ന് പോന്നേ. ഇന്ന് പോന്നേ അവിടെ തന്നെ കൂടിയാ പോരായിരുന്നു. ഞാൻ നിന്നെ എന്തും പറഞ്ഞിട്ടാ വിട്ടത്? എന്താണ് ഞാൻ ചോദിച്ചോട്ടെ? അല്ല അവള് ഇരിക്കുന്ന നോക്കി. അവളിങ്ങനെയല്ല, അവള് പല രീതിയിലും ഇരിക്കും. നീ ഒന്നും ചെയ്തില്ല. ഞാൻ നിന്നെ എന്തും പറഞ്ഞിട്ടാ വിട്ടത്? രണ്ടാളും കൂടി സിനിമയ്ക്ക് പോവേ ഭക്ഷണം കഴിക്കുക എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടാ വിട്ടത്. ഞാൻ ചോദിച്ചോട്ടെ, ഭക്ഷണം കഴിക്കാൻ ഒരു കടയിൽ ചെന്നിരുന്നാലേ ചെന്നിരുന്ന ഉടനെ അവിടെ ആഹാരമൊന്നും കൊണ്ട് തരൂല. ഓർഡർ ചെയ്യണം. കൊച്ചെന്നോട് എല്ലാം പറഞ്ഞു. നീ 24 മണിക്കൂർ ആ ഫോൺ പിടിച്ചിരിക്കുവായിരുന്നല്ലോ അവിടെ. ഫോൺ വന്നാൽ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? പാർട്ടി പ്രസിഡന്റ് വിളിച്ച് ഞാൻ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കും. ഫോൺ വിളിക്കാനാണെങ്കിൽ ഇവിടെ കുത്തിയിരുന്നാ പറയായിരുന്നു. നിന്നെ ഞാൻ ഇത്ര കാശ് പറഞ്ഞു വിടുവായിരുന്നു. പാർട്ടി പ്രസിഡന്റിനെ കിട്ടിയേക്കണതേ അയാൾക്ക് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിഷമാവും. എന്റെ പൊന്നും ഒരു ഇത്തിരി നേരെങ്കിലും ഒന്ന് രണ്ടാളും കൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇല്ലാത്ത കാശ് നന്ന് പറഞ്ഞു വിട്ടപ്പോ അവൻ അവിടെ പോയി വിളിക്കാൻ പോയേക്കണ്. അയ്യോ, ഇതിപ്പോ പ്രസിഡന്റ് അറിയാമോ നമ്മൾ എവിടെയാണ് ഇരിക്കണെന്നുള്ളത്? പ്രസിഡന്റ് വിളിക്കുമ്പോ കട്ട് ചെയ്യാം. നിന്റെ കെട്ടിയം വിളിക്കുമ്പോ നീ കട്ട് ചെയ്യോ? ഞാൻ എന്ത് കെട്ടിയുടെ കാര്യമാണ്? ഞാൻ ഇപ്പൊ എന്തിനാ നിന്റെ കാലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തന്നത്? എന്തിനായിരുന്നു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. അല്ല ഞാൻ ആ പൈസ തന്നപ്പോ നിനക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ. ഞാൻ അതുകൊണ്ട് മേടിച്ചോടുന്നേക്കണ്.
അപ്പോൾ മേടിച്ചോണ്ടുവന്ന കുറ്റമാണ്. ഇപ്പൊ വീട്ടിൽ ഇരുന്നായാലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഉണ്ടാക്കിയാ പോരാ. ഇവിടെ ഇരുന്ന് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. അല്ല അത് അന്ന് പിന്നെ ഇവിടെ കാശ് കൊടുത്ത് മേടിച്ച് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാ പോരാ. നിന്നെ കൊണ്ട് പറഞ്ഞു വിടുവായിരുന്നു. ഇനി ഞാൻ അവിടെ പോയി ഇരുന്ന് മര്യാദയ്ക്ക് ഇരുന്ന് അപ്പോൾ ഫോൺ വന്ന് ഞാൻ സംസാരിച്ച് ഇച്ചിരി തീർന്നതിനകത്ത് ഇവർക്കൊന്ന് ക്ഷമിച്ചൂടെ? അതിനിടയ്ക്ക് ചാടി അവിടെ എണീറ്റ് പോകാൻ ഇറങ്ങിയ നിങ്ങൾക്ക് രണ്ടാക്കും വർത്താനം പറയാനല്ലേ ഞാൻ പറഞ്ഞു വിട്ടത്. അല്ലാണ്ട് നിനക്ക് ഫോൺ വിളിച്ചു അവിടെ. അല്ല ഫോൺ വന്നാൽ ഞാൻ ചോദിച്ചില്ല, ഫോൺ വരുമ്പോൾ കട്ട് ചെയ്യാൻ പ്രസിഡന്റൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പ്രസിഡന്റാണുള്ള നിനക്ക് ചെലവിന് തന്നത്. അതെ, പാർട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് അത് അറിവ് വെക്കണ്ട. മനസ്സ് വേദനിച്ചു അവിടെ ഇച്ചിരി വേദനിച്ചോട്ട് വന്നിട്ട് ഒരക്ഷരം മിണ്ടിട്ടില്ല. അവിടെ കുത്തിയിരിക്കുവായിരുന്നു. ആ കൊച്ചു പോലും സങ്കടപ്പെട്ടാ പോയത് ക്ലാസ്. കൊച്ചു സങ്കടപ്പെടാൻ കൊച്ചിനെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു. ആ ഹലോ. ഓ ഓ ഫോൺ 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 തന്നെ. പിന്നെന്താ? അല്ല കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? മണ്ഡപോ ബുക്ക് ചെയ്തല്ലേ? ആ അല്ല മറ്റേ ധനലക്ഷ്മി ആണെങ്കിൽ ഞാൻ സംസാരിക്കാം, കുറച്ചുകൂടെ പൈസ കുറച്ച് കിട്ടും, നമ്മളെ വേണ്ടപ്പെട്ട പയ്യന. അല്ല അതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പിന്നെ പ്രസിഡന്റിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ സഹോദരിയുടെ മോനാണ് അതിന്റെ ആളെ. ഓ ആ സ്വർണ്ണ അവിടെ നിന്ന് എടുത്താൽ മതി, സ്വർണ്ണം അവിടെ നിന്ന് എടുക്കുക, അതാ നല്ലത്. ഓ പിന്നെന്താ? കുഴപ്പമില്ല. ആ അതെയോ? 4 പായസം. പിന്നെന്താ? അല്ല കടല ഉണ്ടാവണം. എനിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ്. കടല കാണുമല്ലേ? എല്ലാം ഉണ്ട്. ഓ പോകട്ടാ ഒരു നിമിഷം. പോകട്ടാ. അതെ പ്രസിഡന്റ് വിളിക്കുന്നു. ഞാൻ ഒന്ന് കോൾ എടുത്തോട്ടെ. പ്രസിഡന്റ് നമസ്കാരം. ഇല്ലേ നമ്മുടെ ഗോവയുടെ വിളി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ അതെയോ? ആഹാ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എറണാകുളത്ത് എത്തിക്കോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. ചേച്ചി തക്കിളിയുടെ അമ്മയല്ലേ? ഞാൻ ഡാൻസ് സ്കൂളിൽ നിന്ന് ആ ടീച്ചർ പറഞ്ഞിട്ട് അപ്പം അത് പറയാണ്. അപ്പൊ തക്കിളിക്ക് ചെറിയ ഒരു തലകറക്കായിട്ട് അവിടെ വീണു. അല്ലല്ല അത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അത് കൊച്ചിപ്പം ഹോസ്പിറ്റലിലുണ്ട്. അല്ല അപ്പൊ ചേച്ചി എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് ഞാനാണെങ്കിൽ ആ മനുഷ്യന്റെ അടുത്ത് ഒരുപാട് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അയാൾ ഫോൺ സംസാരിച്ചു വിളിച്ചായിരുന്നു വെച്ച് ഫോൺ ചേട്ടാ ഇവിടെ തക്കിളിക്ക് ചെറിയൊരു ഇല്ല പേടിക്കാനൊന്നുമില്ല. ഡാൻസ് ക്ലാസ് ചെറുതായിട്ട് എന്തോ തലകറക്കം അത് പറയാൻ വന്നില്ല. ചേട്ടൻ ബിസി ആയിരുന്നു ഫോൺ സംസാരിച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഡാൻസ് ടീച്ചറിന്റെ കോൾ കിടക്കുന്നു. ഹോസ്പിറ്റലൊന്നും എനിക്ക് അറിയത്തില്ല. അത് അവിടെ പോയി ചോദിച്ചാ. കൊച്ചു തലറങ്ങി വീണതാ. നിങ്ങൾ എത്ര തവണ ഫോൺ ചെയ്തിട്ടുണ്ടാവും? നിങ്ങളെ ഫോണിൽ നോക്കണം. ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ട്. അത്യാവശ്യ കോളാ. ഞാൻ വിളിച്ചിട്ടുണ്ടോ കണ്ടോ ഇല്ലേ? മിസ് കോള് കണ്ട തിരിച്ചു വിളിക്കേണ്ട മാന്യത കാണിക്കണം. മോളാന്ന് മാത്രം പറഞ്ഞയച്ചാ പോരാ, ഉത്തരവാദിത്വം വേണം. വേറെ കുഴപ്പമൊന്നുമില്ല, ഉറക്കൊഴിഞ്ഞതല്ലേ. സോറി ഒന്നും പറയണ്ട. നമ്മൾ അഡ്മിഷൻ സമയത്ത് കോൺടാക്ട് നമ്പർ ചോദിക്കുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ കിട്ടുന്ന നമ്പർ തരണം. എന്നാലും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അറിഞ്ഞും കണ്ട കാര്യങ്ങൾ ചെയ്യുക. വിളിച്ചു കഴിഞ്ഞാൽ എടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഉപയോഗിക്കരുത്, സമയത്ത് കിടന്ന് ഉറങ്ങണം എന്നൊക്കെ ഡാഡി പറയണ ഇതുണ്ടോ? എടുക്കടാ എടുക്ക്. അപ്പൊ അറിയാല്ലേ? Alien versus Alien.